എല്ലാ കൂട്ടുകാർക്കും ദാസേട്ടൻ കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സവോള തക്കാളി ഒഴിച്ചുകറിയുടെ റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ. അതിനായിട്ട് ഞാനിവിടെ 2 സവോള, 3 തക്കാളി, ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഒരു അരമുറി നാളികേരം ചിരകിയത്. അരമുറി എന്ന് വെച്ചാൽ നല്ലൊരു വലിപ്പമുള്ള തേങ്ങയുടെ അരമുറി നാളികേരം വേണം. എന്നാലേ ഈ കറിക്ക് വെള്ളം ഊറിക്കിടക്കാതെ നല്ല തിക്നെസ് ആയിട്ട് കിട്ടുള്ളൂ. അതിൻ്റെ കൂടെ ഒരു 6 വെള്ളുള്ളി ചെറുതായി അരിഞ്ഞതും, ഒരു അര സ്പൂൺ ചെറിയ ജീരകവും, ഒരു 10 കുരുമുളക്. ഇത് ചെറുതായിട്ടൊന്ന് ചതച്ച് കൊടുത്തിട്ടുണ്ട്, നല്ലതുപോലെ ഒന്ന് അരഞ്ഞു വരാൻ വേണ്ടിയാണ്. ഇത് നല്ലതുപോലെ പേസ്റ്റാക്കി നമ്മൾ അരച്ചെടുക്കണം. ഇതേപോലെ കറി ഉണ്ടാക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. എന്നാൽ എൻ്റെ ഒരു ചെറിയ ടിപ്പാണ് ഇന്ന് നമ്മളിവിടെ കാണിച്ചു തരുന്നത്. പെട്ടെന്ന് നമുക്ക് കഷ്ണങ്ങളൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു 1.5 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് ഞാൻ ആ 2 സവോള ഇതുപോലെ നീളത്തിലരിഞ്ഞത്, വല്ലാതെ നൈസായി പോകണ്ട, അങ്ങനെ ഇടുക. 4 പച്ചമുളക് കീറിയതും, പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി പൊടിയായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി നിർബന്ധമായിട്ട് നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നല്ലതുപോലെ ഇഞ്ചി കടിക്കുമ്പോൾ നല്ല രസം ഉണ്ടാവും. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഒന്ന് പെട്ടെന്ന് വഴന്ന് വരാൻ. ഒരുപാട് അങ്ങോട്ട് വഴന്ന് പോകണ്ട, ആ സവാളയുടെ ഇതളൊക്കെ ഒന്ന് വിട്ട് വന്നാൽ മതി. കാരണം നമുക്കിത് കറിയിൽ വേറെ കഷ്ണങ്ങളൊന്നും ചേർക്കുന്നില്ലല്ലോ. അപ്പോൾ ഈ ഒരു പരുവാകുന്ന സമയത്ത് നമ്മൾ ആ തക്കാളി 3 എണ്ണം ഇതേ വലിപ്പത്തിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കണം. അതും കൂടി ചേർത്ത് നമ്മൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തീ നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതും വലുതായിട്ട് അങ്ങനെ വഴന്ന് പോണ്ട, തക്കാളിയും സവോളയും മാത്രം ഉള്ളതുകൊണ്ട് തന്നെ ഒരുവിധം ഒന്ന് വഴന്ന് വന്നാൽ മതി, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇനി ഞാൻ അതിലേക്ക് ഒരു തണ്ട് കരിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി ഇതേ കണ്ടീഷൻ ആവുന്ന സമയത്ത് നമ്മൾക്ക് അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, അര സ്പൂണ് മല്ലിപ്പൊടി, പിന്നെ 1 സ്പൂൺ അളവിൽ നമ്മൾ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ചേർത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് നമ്മൾ 1 സ്പൂണ് തന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കണം. നല്ല എരിവില്ലെങ്കിൽ ഈ കറി നമ്മൾക്ക് ചളിച്ചിരിക്കും. ഇതൊന്ന് തിളയ്ക്കാനായിട്ട് മീഡിയം ഫ്ലെയിമിട്ട് ഒരു 3-4 മിനിറ്റ് ആ മസാലകളൊക്കെ ഒന്ന് ചേർന്ന് വെന്ത് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതേ കണ്ടീഷനായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ ഉണ്ടാക്കാത്ത വീട്ടമ്മമാരൊന്നും ഉണ്ടാവില്ല, എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ടുണ്ടാവും. എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന പോലെ ഒന്ന് ചെയ്ത് നോക്കണേ. പിന്നെ ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കാം. നമുക്ക് ഗസ്റ്റ് വരുമ്പോഴൊക്കെ നമുക്ക് പെട്ടെന്ന് കറിയില്ലെങ്കിൽ ഇതുപോലെ ചെയ്ത് കൊടുക്കാം. ഇത് പൊറോട്ടയുടെ കൂടിയും അപ്പത്തിൻ്റെ കൂടിയും കഴിക്കാനും നന്നാവും. പിന്നെ ആ മിക്സിയുടെ ജാറ് കഴിയുക, തേങ്ങ കൂടി ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതേ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഇനി അതൊന്ന് തിളച്ച് വരട്ടെ. ആ തേങ്ങയൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് തിളച്ചാൽ തന്നെ നമ്മളെ കറി ഇവിടെ റെഡിയായി. അപ്പോൾ 10-15 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി പോരാത്ത ഉപ്പ് കൂടി ഞാൻ അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളി തക്കാളി സവോള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇത് ഉണ്ടാക്കാത്തവരാരും ഉണ്ടാവില്ല. എന്നാലും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, നിങ്ങൾ എന്തായാലും തീർച്ചയായും ഇഷ്ടപ്പെടും. അപ്പോൾ നല്ലതുപോലെ ആ കറിയൊക്കെ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. ഇനി അതൊന്ന് മൂടി വയ്ക്കാം ഒരു 2 മിനിറ്റ്. അപ്പോൾ കണ്ടില്ലേ, നമ്മളെ കറി ഇവിടെ നല്ലപോലെ ഒന്ന് സെറ്റായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ഉപ്പൊക്കെ മുളകൊക്കെ നോക്കിയപ്പോൾ നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അതിലേക്ക് നല്ലൊരു വറവിട്ട് കൊടുക്കണം. നമ്മൾ ഒഴിച്ച് കറിക്കൊക്കെ നല്ലൊരു വറവിട്ട് കൊടുത്താൽ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഞാൻ അതിലേക്ക് ഒരു അര സ്പൂൺ കടുകും കുറച്ച് 2 തണ്ട് കരിവേപ്പിലയും മാത്രം ഇട്ടിട്ട് അതൊന്ന് വറുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കരിവേപ്പില ഇട്ട് അതിൻ്റെ മേലെ കുറച്ച് ഒരു 1/4 സ്പൂൺ മുളക് പൊടി കൂടി ചേർത്തിട്ട് ആ വറവ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. വറുത്തിട്ടെന്ന് നമ്മളൊന്ന് അടച്ച് വയ്ക്കണം. ഒരു 10 മിനിറ്റെങ്കിലും അടച്ച് വെച്ചാലാണ് ആ കറി നല്ല സെറ്റായി കിട്ടുള്ളൂ. പെട്ടെന്ന് വേണ്ടവർക്ക് പെട്ടെന്ന് ഉപയോഗിക്കാം. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു, നമ്മളെ കറിയൊക്കെ നല്ല കണ്ടീഷനായിട്ട് സെറ്റായിട്ട് നല്ല കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ അടിപൊളി ഒഴിച്ച് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്.
അതിൽ വെള്ളുള്ളിയും ജീരകവും കുരുമുളകും ഇട്ടുകൊണ്ട് തന്നെ നല്ല അടിപൊളി സെറ്റപ്പായിട്ട് വന്നിട്ട് ഇഞ്ചി കഷ്ണമൊക്കെ കടിക്കുമ്പോൾ നല്ല രസമായിരിക്കും. അപ്പം ഞാനിന്ന് ചോറിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കാൻ പോവാണ്. അതിൻ്റെ കൂടെ നമുക്കിന്ന് ഒരു കൊത്തവര ഉപ്പേരി കൂടി ഉണ്ട്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുതുന്നു. വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.